പ്രിയപ്പെട്ട ഈശോയിൽ അഭയം കണ്ടെത്തുന്നവരെ, ദൈവം നമ്മെ പുതുമയായി ഉണർത്തുന്ന ഓരോ രാവിലെയും ഒരു അതുല്യ അനുഗ്രഹമാണ്. അതിനാൽ ആ ദയുള്ള ആരംഭത്തിന് നമ്മൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയട്ടെ. ഇന്നത്തെ 18-ാം ഞായറാഴ്ചയുടെ തിരുവചനങ്ങൾ നമ്മെ ഒരു ആത്മീയ അന്വേഷണത്തിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ ഓരോ പടിയിലും ദൈവികതയുടെ വെളിച്ചം നിറയ്ക്കാനായി. മനുഷ്യന്റെ ഹൃദയം തുടർച്ചയായി ചോദിക്കുന്ന ചില കനത്തിൽ തൂങ്ങിയ ചോദ്യങ്ങളാണ് ഈ വചനങ്ങൾ ഉണർത്തുന്നത്. ഞാൻ തുടരുന്ന ഈ അധ്വാനത്തിൻ്റേതാണ് ഉദ്ദേശ്യം? സമ്പത്ത് സമ്പാദിക്കാൻ മാത്രം ജീവിതം പരിമിതപ്പെടുത്തേണ്ടതാണോ? എന്റെ ജീവിതം അവസാനിപ്പിക്കുമ്പോൾ എന്താണ് എന്റെ കയ്യിലുണ്ടാകുക? ഈ ചിന്തകൾ നമ്മെ ആശയക്കുഴപ്പത്തിലാഴ്ത്തുമ്പോഴും ഇന്നത്തെ തിരുവചനങ്ങൾ ദൈവം നൽകുന്ന ഉത്തരം പോലെ നമ്മെ ആകാംക്ഷയുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിൽ പ്രാധാന്യമുള്ളത് പാഴ്വിലയുള്ള സമ്പത്തല്ല, മറിച്ച് അവകാശപ്പെടാനാകുന്ന ദൈവസന്നിധിയിലാണ് യഥാർത്ഥ സമൃദ്ധി എന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ആദ്യ വായനയിൽ സഭാപ്രസംഗകൻ പറയുന്ന എല്ലാം മിഥ്യയാണ് എന്ന വാക്കുകൾ നമ്മെ അക്ഷരാർത്ഥത്തിൽ ഒരു ശൂന്യതയുടെ അഴിമുഖത്തിലേക്ക് കൊണ്ടുപോകുന്നു. ജീവിതത്തിന്റെ യാഥാർത്ഥ്യത്തെക്കുറിച്ച് സങ്കടപ്പാടോടെ ചിന്തിക്കേണ്ടിവരുന്ന ഘട്ടത്തിലേക്ക്. പക്ഷേ സുവിശേഷത്തിലേക്ക് കടക്കുമ്പോൾ ഈശോ ഈ ശൂന്യതയെ ഒരുപാട് സ്നേഹത്തോടെയും വിശ്വാസത്തോടെയും നിറയ്ക്കുന്നു. അത് സ്നേഹത്തിന്റെ കാതലായ ഒരു പുതിയ കാഴ്ചപ്പാടാണ്. ലൗകിക വിജയം, സമ്പത്ത്, നേട്ടങ്ങൾ എന്നിവയ്ക്കപ്പുറം ദൈവസന്നിധിയിൽ സമൃദ്ധരാകാനാണ് ഈശോ നമ്മെ ക്ഷണിക്കുന്നത്. എന്താണ് നമ്മുടെ യഥാർത്ഥ സമ്പത്ത്? അതെല്ലാം സമ്പാദിക്കാൻ നമ്മൾ നടത്തുന്ന അധ്വാനം ഏതു വഴിയിലേക്കാണ് നയിക്കുന്നത്? ഈ ചോദ്യങ്ങൾ നമ്മളെ ജീവിതത്തിന്റെ ആഴങ്ങളിലെത്തിക്കുന്നു. സഭാപ്രസംഗകന്റെ പുസ്തകം ഒരിക്കൽ ജ്ഞാനിയുടെ കണ്ണിലൂടെ ലോകത്തെ നോക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. മനുഷ്യജീവിതത്തിലെ പാളിച്ചകളും പാഴായ ശ്രമങ്ങളും മുന്നിൽ വയ്ക്കുന്നു. സൂര്യന്റെ കീഴിൽ മനുഷ്യന് അധ്വാനിച്ചുകൊണ്ടു ലഭിക്കുന്ന നേട്ടമെന്ത്? ജ്ഞാനത്തോടെ, അറിവോടെ, സാമർത്ഥ്യത്തോടെ അദ്ദേഹം കഷ്ടപ്പെടുന്നു. പക്ഷേ അതിന്റെ ഫലം ലഭിക്കുന്നത് അതിന് തക്കതായില്ലാത്ത ഒരാളായിരിക്കും. ദിനങ്ങൾ കഷ്ടതയോടെയാണ് കെടുന്നത്. ജോലി ബുദ്ധിമുട്ടുള്ളതും മനസ്സിന് വിശ്രമമില്ലാത്തതുമാണ്, ഈവൻ രാത്രികളിൽ പോലും. ഈ വചനങ്ങൾ ആദ്യം കേൾക്കുമ്പോൾ ചിലർക്ക് തോന്നാം, എന്താണ് ഇതിന്റെ ഉദ്ദേശ്യം? എല്ലാം മിഥ്യയാണെന്നാൽ ജീവിതം തന്നെ വ്യർത്ഥമാകുന്നില്ലേ? എന്നാൽ അത്രയും പരിമിതമായ ദൃഷ്ടികോണമല്ല പ്രസംഗകന്റെ നിലപാട്. എബ്രായ ഭാഷയിൽ ഹെബൽ എന്ന വാക്ക് മാ എന്നതിലപരം ശ്വാസം അല്ലെങ്കിൽ നീരാവി എന്നതുപോലെയാണ്. കുറച്ച് നിമിഷം മാത്രം ദൃശ്യമാകുന്ന ഒരു അധ്വാനത്തിന്റെ പ്രതീകം. തണുപ്പുള്ള ഒരു പുലരിയിൽ നമ്മൾ പുറത്തേക്ക് വിടുന്ന ശ്വാസം പോലെ പല ജീവിതാനുഭവങ്ങളും അത്രയും നീണ്ടു നിൽക്കൂ. ചുറ്റുപാടുകളും നേട്ടങ്ങളും വേഗത്തിലില്ലാതാവുന്നതാണ് സഭാപ്രസംഗകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇവിടെ അദ്ദേഹം അധ്വാനത്തെ അപമാനിക്കുന്നില്ല, മറിച്ച് അതിന്റെ ഉദ്ദേശ്യവും ദിശയും പുനഃപരിശോധിക്കാനാണ് വിളിച്ചു നിൽക്കുന്നത്. ഒരുവൻ വർഷങ്ങളോളം അധ്വാനിച്ച് ഒരു നല്ല വീട് പണിയും, മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസം നൽകും, ആസ്തി സംഭരിക്കും. പക്ഷേ ദൈവത്തിന്റെ ക്ഷണം അപ്രതീക്ഷിതമായി വന്നാൽ ആകെ സമ്പാദ്യങ്ങളും മറ്റുള്ളവരുടെ കൈകളിലേക്കാവും നീങ്ങുക. അവന്റെ പണിയല്ലാതെ ആ പൈസയുടെ ചൂട് അനുഭവിക്കപ്പെടുന്നത് മറ്റൊരാളാലായിരിക്കും. അതിനാലാണ് പ്രസംഗകൻ ഇതിനെ വലിയൊരു ദുര്യോഗമെന്ന് വിശേഷിപ്പിക്കുന്നത്. കാരണം ആ കഷ്ടപ്പെടൽക്ക് പിന്നിൽ ദൈവവുമായുള്ള ബന്ധമില്ലെങ്കിൽ അതിന്റെ പാരമ്പര്യവും അർത്ഥവും ഇല്ലാതെയാകുന്നു. ഇന്നത്തെ നമ്മുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഒരു നിമിഷം തിരിഞ്ഞു നോക്കൂ. മക്കൾക്കും ഭാവി തലമുറയ്ക്കുമായി സമ്പത്തൊരുക്കാൻ കഴിയുമ്പോഴേക്കും സ്വന്തം ആരോഗ്യം നഷ്ടപ്പെടുന്നവരും, ദൈനംദിന ഓട്ടപ്പാച്ചിലിനിടെ കുടുംബത്തോടൊപ്പം ചിലവിടേണ്ടിരുന്ന സന്തോഷ നിമിഷങ്ങൾ മറക്കേണ്ടി വരുന്നവരും, ദൈവത്തിനായി പോലും ഒരു നിമിഷം മാറ്റിവെക്കാനാകാതെ പോകുന്നവരുമാണ് നമ്മളിൽ പലരും. രാത്രികളിലും മനസ്സ് കനത്തുകിടക്കുന്നു. ആകുലത, ആശങ്ക, അനിശ്ചിതത്വം
ഈ എല്ലാം ചേർന്നൊരു അധ്വാനം. എന്നാൽ അതിന്റെ ഉദ്ദേശ്യമെന്ത്? എങ്കിൽ വാസ്തവത്തിൽ ഈ ലോകത്തിൽ മാത്രമേ അധ്വാനത്തിന്റെ ഫലങ്ങൾ നിന്നു നിൽക്കുകയുള്ളൂ എന്നോർക്കുമ്പോൾ നമ്മുടെ ആത്മസമാധാനം പണയം വെച്ച് ലക്ഷ്യം കണ്ടതിന്റെ വില ചിന്തിക്കേണ്ടതുണ്ട്. ഇത് മിഴിച്ചുമണലിൽ കൊട്ടാരം പണിയുന്നതിന് സമമാണ്. നാം കരുതിയും മനോഹരമായും പണിയുന്നു, പക്ഷെ ഒറ്റ തിരമാല വന്നാൽ അതെല്ലാം പറ്റിപ്പോകും. ദൈവത്തോട് ബന്ധമില്ലാതെ നാം സ്വന്തമാക്കിയ ഏതു നേട്ടവും അപ്രത്യക്ഷമാകുന്ന ക്ഷണികതയിലാണ് ഒതുങ്ങുന്നത്. അതിനാൽ ഈ ആശയത്തിൽ തങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ശൂന്യതയെയും വ്യർത്ഥതയെയും മറികടക്കാൻ കഴിയുന്ന വഴികളിലേക്ക് നയിക്കുന്ന കർത്താവിന്റെ സുവിശേഷം നമ്മെ വിളിക്കുന്നു. നിത്യതയിൽ ജഡജീവിതത്തെ മറികടന്നുറച്ച നിലപാട് എവിടെ നിന്നാണ് വരേണ്ടത് എന്നതിന് ഉത്തരം നൽകാനായി ജീവിതത്തിന്റെ ആത്മാർത്ഥതയെക്കുറിച്ചുള്ള സഭാപ്രസംഗകന്റെ ചോദ്യങ്ങൾക്കൊപ്പം നമ്മിൽ പലരും അകത്തെ സമാധാനമില്ലായ്മയും അഭാവബോധവും അനുഭവിച്ചിട്ടുണ്ടാകാം. ഈ ഗൗരവമേറിയ ചിന്തകളെ ഉത്തരം പറയുന്ന പോലെ ഇന്നത്തെ സുവിശേഷം, ലൂക്ക എഴുതിയ 12-ാം അധ്യായത്തിലെ വാക്യങ്ങൾ നമ്മെ ദൈവിക സത്യത്തിലേക്ക് നയിക്കുന്നു. സ്വത്ത് സംബന്ധിച്ചൊരു വഴക്കിന്റെ പശ്ചാത്തലത്തിൽ യേശു ആകാംക്ഷയും സ്വാർത്ഥതയും നിറഞ്ഞ മനസ്സിനോട് ചോദിക്കുന്നു, ആരാണ് എന്നെ നിങ്ങളുടെ ന്യായാധിപനായി നിയമിച്ചത്? അതിനുശേഷം അവൻ ജനങ്ങളോട് മുന്നറിയിപ്പ് നൽകുന്നു, അത്യാഗ്രഹത്തിൽ നിന്ന് യോസെൽഫ്സ് കാത്തുകൊള്ളൂ, കാരണം ധനം മാത്രം ജീവിതം നൽകുന്നില്ല. ഇതിന്റെ പടിയെത്തുന്നത് ഒരു ഉദാഹരണത്തിലൂടെയാണ്. ധാരാളം വിളവ് കിട്ടിയ ഒരു ധനികൻ തന്റെ കളപ്പുരകൾ പൊടിച്ചു വലിയവ പണിയാൻ തീരുമാനിക്കുന്നു. സമ്പത്ത് സംഭരിച്ചു സന്തോഷത്തോടെ തനിക്ക് പറഞ്ഞുതരുന്ന ജീവിതം ഉറപ്പാക്കി കഴിഞ്ഞതായി വിശ്വസിച്ച് വിശ്രമിക്കാൻ, ആസ്വദിക്കാൻ തയ്യാറാവുന്നു. എന്നാൽ ദൈവം അയാളെ വിളിക്കുന്നു, വോഷൻ, ഇന്ന് രാത്രിയിൽ നിന്റെ ആത്മാവിനെ ഞാൻ വിളിപ്പിക്കും, നീ ഒരുക്കിയതെല്ലാം പിന്നെ ആരുടേതാകും? ഈ വലിയ സന്ദേശം അതിനുതികുന്നതാകുന്നു. ദൈവത്തോടുള്ള ബന്ധമില്ലാതെ ശേഖരിക്കുന്ന സമ്പത്ത് ആനന്ദം നൽകുന്നില്ല, മറിച്ച് ജീവിതം തന്നെ ഒഴുക്കിക്കൊണ്ടുപോകുന്ന ഒരു ഭ്രാന്തായി മാറുന്നു. ദൈവസന്നിധിയിൽ സമൃദ്ധനായാണ് ഒരാൾക്ക് യഥാർത്ഥത്തിലേക്ക് ജീവിക്കാൻ കഴിയുന്നത്. ഈ ഉപമ നമ്മെ അതിലേക്ക് അതിജീവനമായി നയിക്കുന്നു. പ്രിയ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മെ വളരെയധികം ആഴത്തിൽ ആലോചിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് നമ്മുടെ മുൻപിലുള്ളത്. അതിന്റെ സന്ദേശം നമ്മെ ആത്മപരിശോധനയിലേക്കും ആത്മീക ഉണർത്തലിലേക്കും നയിക്കുന്നു. ഈ വചനഭാഗം 3 തലങ്ങളിലായി പരിചരിക്കാം. ആദ്യം, ജനക്കൂട്ടത്തിൽ നിന്നൊരാൾ യേശുവിനോട് ഒരു അഭ്യർത്ഥന ഉന്നയിക്കുന്നു. തന്റെ സഹോദരനോട് പിതൃസ്വത്ത് പങ്കിടാൻ യേശു ഇടപെടണം എന്നതാണ് ആവശ്യം. ശ്രദ്ധിക്കേണ്ടത്, അവൻ യേശുവിനെ ഒരു ആത്മീയ ഗുരുവായോ ദൈവിക രക്ഷകനായോ കാണുന്നില്ല. മറിച്ച് ജീവിതത്തിലെ ഒരു നിയമവകുപ്പിനോട് അപേക്ഷിക്കുന്ന പോലെ യേശുവിനെ ഒരു പ്രശ്നപരിഹാര യന്ത്രമായി കാണുന്നു. നമ്മുടെ ജീവിതങ്ങളിലും ഇത്തരം സമീപനം സാധാരണമാണ്. ജോലി കിട്ടാൻ, രോഗം ഭേദമാകാൻ, കടം തീർക്കാൻ. ദൈവത്തെ നാം ഒരു നിർദ്ദേശകേന്ദ്രമാക്കി മാറ്റുന്നു. പക്ഷേ നമ്മുടെ ആത്മാവിന്റെ യാഥാർത്ഥ്യവും നിത്യജീവിതത്തിന്റെ ദിശയും ദൈവത്തിൽ കാണാനാകുമോ എന്ന ചോദ്യത്തോട് നമ്മൾ കണ്ണുമൂടുകയാണ്. യേശു ഈ മനുഷ്യന്റെ ആവശ്യത്തിൽ നേരിട്ട് ഇടപെടുന്നില്ല. പകരം ഒരു ചോദ്യത്തിലൂടെയാണ് മറുപടി. ആരാണ് എന്നെ നിങ്ങളുടെ ന്യായാധിപനായി നിയമിച്ചത്? ഈ പ്രതികരണത്തിലൂടെ യേശു നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, താൻ വന്നത് പരസ്യമായ ലൗകിക പ്രശ്നങ്ങൾക്കായല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ ആഴങ്ങളിലേക്ക് കടന്നുചെന്നു മാറ്റം സൃഷ്ടിക്കാൻ, രക്ഷ നൽകാൻ, ആത്മാവിന് ദിശയിടാൻ ആണെന്നാണ്. Renafter says, യേശു ജനങ്ങളോടും നമ്മോടും നൽകുന്ന ഒരു പ്രധാന മുന്നറിയിപ്പ് ശ്രദ്ധിക്കേണ്ടതുണ്ട്. The same, എല്ലാവിധ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നിരിക്കുവിൻ. ഇത് വെറും ഒരു നന്മയുടെ ഉപദേശമല്ല, മറിച്ച് അത്യാഗ്രഹം നമ്മുടെ ആത്മീയ നിലയ്ക്കുള്ള അപകടകരമായ ഒറ്റ വഴിയാണെന്ന് യേശു വ്യക്തമാക്കുന്നു. വിശുദ്ധ പൗലോസിന്റെ വാക്കുകൾ ഓർക്കൂ, അത്യാഗ്രഹം വിഗ്രഹാരാധനയാണ്. കാരണം ഭൗതിക സമൃദ്ധിയിലൂടെയാണ് നമ്മൾ സുരക്ഷയും സംതൃപ്തിയും കിട്ടുമെന്ന് വിശ്വസിക്കാൻ തുടങ്ങുന്നത്. അതിനൊപ്പം ദൈവം നമ്മുടെ മനസ്സിൽ കൈവിടപ്പെടുന്നു. നമ്മുടെ നിത്യേനമുള്ള ആഗ്രഹങ്ങൾ, കൂടുതൽ പണം, കൂടുതൽ സ്വത്തുക്കൾ, കൂടുതൽ സ്ഥാനമൊക്കെയായി വളർന്നാൽ ദൈവത്തിന്റെ സ്ഥാനത്ത് നാം നിമിഷങ്ങൾക്കുള്ളിൽ മറ്റൊന്നിനെ പൂട്ടിവെക്കുകയാണ്. ഇന്നത്തെ സമൂഹം നമ്മെ പഠിപ്പിക്കുന്നത് എങ്ങനെ വരുമാനം വർദ്ധിപ്പിക്കാമെന്നും എങ്ങനെ അധികം സംഭരിക്കാമെന്നുമാണ്. എന്നാൽ
ഈശോ നമ്മെ ഉണർത്തുന്നത് മറ്റൊരു ദിശയിലാണ്. നിന്റെ ജീവന്റെ ആധികാരികത നിന്റെ ബാങ്ക് ബാലൻസിലോ കെട്ടിടങ്ങളുടെ ഉയരത്തിലോ അല്ല, മറിച്ച് ദൈവത്തിലാണെന്നാണ്. ജീവിതത്തിന്റെ യഥാർത്ഥ അർത്ഥം തിരയുന്നവർക്കായാണ് ഈ വചനങ്ങൾ. ആകാംക്ഷയുടെ കലവു സ്വഭാവം തിരിച്ചറിയാനും ആത്മീയമായ പുനരാലോചനയ്ക്കും വഴിതെളിയിക്കുക. ഈശോയുടെ ഉപമയിലൂടെ യഥാർത്ഥത്തിൽ നമ്മെ ഉണർത്താനാണ് ശ്രമിക്കുന്നത്. മൂന്നാമതായി അദ്ദേഹം പറയുന്ന ഭോഷനായ ധനികന്റെ കഥ വെറും ധനസമ്പാദനത്തിന്റെ ക്രിയാത്മകതയെക്കുറിച്ചല്ല, മറിച്ച് അതിനു പിന്നിലുള്ള മാനസികാവസ്ഥയെ പ്രതിപാദിക്കുകയാണ്. ഈ ധനികൻ ദുഷ്ടനല്ല. കഷ്ടപ്പെട്ട് കൃഷി ചെയ്ത് കിന്നിയായിരുന്നു. പക്ഷെ അയാളുടെ വിജയത്തിനു പിന്നിൽ ദൈവത്തിന്റെ കൃപയുണ്ടെന്നും ആ സമൃദ്ധിയിൽ പങ്കുവെക്കേണ്ട മറ്റുള്ളവരുണ്ടെന്നും അവൻ ഒരിക്കലും ആലോചിച്ചില്ല. അവന്റെ ആലോചനകൾ മുഴുവൻ ഞാൻ എന്നതിനും എന്റെ എന്നതിനും ചുറ്റിലായിരുന്നു. ഞാൻ എന്തു ചെയ്യും? എന്റെ കളപ്പുരകൾ എങ്ങനെ വിപുലപ്പെടുത്താം? എന്റെ ധാന്യം എവിടെ സംഭരിക്കാം? എന്റെ ആത്മാവിനോട് ഞാൻ എന്തു പറയും? ഇതുപോലെ ഞാനും എന്റെ എന്ന ഉപരിതലത്തിൽ ഒതുങ്ങിയ ഈ ചിന്തയാണ് അവന്റെ ലോകത്തെ ചെറിയതാക്കിയത്. അവിടെ ദൈവത്തിനും സമീപവാസികൾക്കും ഒരു ഇടം പോലുമില്ലാതിരുന്നത്. വലിയ പദ്ധതികൾ തയ്യാറാക്കി അവൻ അതിൽ മനസാക്ഷി പൂർണ്ണമായി വിശ്രമിച്ചു. കളപ്പുരകൾ പുതുക്കും, സമ്പത്ത് ശേഖരിക്കും, പിന്നെ അനവധി വർഷങ്ങൾ സൗഖ്യത്തോടെ ജീവിക്കും. ഈ ശൈലി ഇന്നത്തെ നമുക്കും അപരിചിതമല്ല. ഈ പ്രോജക്റ്റ് കഴിഞ്ഞാൽ വിശ്രമിക്കാം, മക്കളെ പരിഗണിച്ചു പിന്നെ ദൈവകാര്യങ്ങൾ നോക്കാം, റിട്ടയർ ചെയ്ത ശേഷം സത്പ്രവൃത്തികൾക്കായി സമയം കണ്ടെത്താം എന്നൊക്കെയാണ് നാം പലപ്പോഴും ചിന്തിക്കുന്നത്. എന്നാൽ ഈ പക്കാളി ആസൂത്രണങ്ങൾക്ക് ഇടയിൽ ദൈവത്തിന്റെ ശബ്ദം അങ്ങനെ ഇടപെടും. പോഷാ, ഇന്നത്തെ ഈ രാത്രി നിന്റെ ആത്മാവിന് വിളി വരും. അതിനൊടുവിൽ എല്ലാ പദ്ധതികളും ഒറ്റ നിമിഷത്തിൽ നിലച്ചുപോയി. സമ്പാദിച്ച് ഏത് വസ്തുവും അയാളെ രക്ഷിക്കാനാവാത്തതും അവന്റെ ആത്മാവിന് ഒരു നിമിഷം പോലും ആശ്വാസം നൽകാത്തതുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ ഒന്നാം വായനയും സുവിശേഷവും ഒരുമിച്ച് ആലോചിക്കുമ്പോൾ ദൈവം നമ്മോട് പറയുന്നത് വളരെ മനസ്സു തുറന്നൊരു സന്ദേശമാണ്. നമ്മുടെ അധ്വാനവും സമ്പാദ്യങ്ങളും ഏതിനു വേണ്ടിയാണ് എന്ന ചോദ്യത്തിൽ ആഴത്തിൽ കടന്നു ചിന്തിക്കാനുള്ള ഒരു ക്ഷണം. സഭാപ്രസംഗകൻ ഭൗതിക സമ്പത്തിന്റെ അന്തസ്സില്ലായ്മ തുറന്നു പറയുമ്പോൾ അതിന്റെ ജീവിത സാഹചര്യ പ്രാധാന്യം യേശുഭോഷനായ ധനികന്റെ കഥയിലൂടെ വ്യക്തതയിലാക്കുന്നു. ഏറെ പരിശ്രമം കൊണ്ടും ഉത്സാഹത്തോടെ സമ്പത്ത് ശേഖരിച്ച ഒരാൾ ഒടുവിൽ സ്വപ്നങ്ങൾ ഒരുക്കിയതിന്റെ നിമിഷങ്ങൾക്കുള്ളിൽ ആത്മാവൻ ദൈവം വിളിപ്പിച്ചു കൊണ്ടുപോകുന്നു. പിന്തുണയില്ലാതെ എല്ലാം പിഴുതുപോകുന്നു. എന്നാൽ ഈ സങ്കടത്തിലേക്ക് ഫലപ്രദമായ ദിശ നിർദ്ദേശിച്ച് വചനത്തിലൂടെ കടന്നുവരുന്നത് വിശുദ്ധ പൗലോസ് തന്നെയാണ്. കൊലോസയിലെ വിശ്വാസികളോട് അദ്ദേഹം വിളിച്ചു പറയുന്ന പോലെ, നിങ്ങൾ യഥാർത്ഥത്തിൽ ക്രിസ്തുവിനൊപ്പ, അതിനാൽ ദൃഷ്ടിയെ സ്വർഗത്തേക്കാണ് ഉയർത്തേണ്ട. അവിടെ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. ഭൂമിയിലുള്ളതിനെ നിഷേധിക്കാനല്ല ഈ വാക്കുകൾ വിളിക്കുന്നത്, മറിച്ച് അതിൽ തന്നെ ദൈവികമെന്നൊരു അളവുകോൽ സ്ഥാപിക്കാനും നമ്മുടെ ചിന്ത നബദ്ധതിയെ ഉയർത്തിയെടുക്കാനും നമ്മുടെ യഥാർത്ഥ നിലവാസം, നമ്മുടെ ആത്മീയ അംഗീകാരം എല്ലാം ദൈവത്തിൽ ക്രിസ്തുവിനൊപ്പം സംരക്ഷിതമായി നിലകൊള്ളുന്നു. അതോർത്തുകൊണ്ടാണ് നാം ഭൂമിയിലും ഉന്നതത്വത്തിലേക്കും ഒരേ സമയം ജീവിക്കേണ്ടത്. അതിനാൽ സുവിശേഷത്തിന്റെ അവസാനത്തിൽ യേശു ഉരുത്തിരിയുന്ന അത്രയും തീവ്രമായ ആ വാക്കുകളിൽ നമുക്ക് ദൃഷ്ടി ചേർക്കാം. ദൈവകാര്യങ്ങളിൽ സമ്പന്നരായിരിക്കൂ. അതാണ് യഥാർത്ഥ ബുദ്ധി. അതാണ് വ്യർത്ഥതയും ശൂന്യതയും തരണം ചെയ്യാനുള്ള ഒന്നായുള്ള മാർഗം. എന്നാൽ ദൈവകാര്യങ്ങളിൽ സമ്പന്നരാവുക എങ്ങനെ? നമുക്ക് നൽകിയ സമ്പത്തും കഴിവുകളും സമയവും നാം ദൈവത്തിനായി ഉപയോഗിച്ചാൽ, വേവലാതിയിലായവരെ സഹായിച്ചാൽ, ക്ഷമിക്കപ്പെടാൻ അർഹമല്ലാതിരുന്നവരെ പോലും ക്ഷമിച്ചാൽ, കുടുംബത്തിൽ സ്നേഹവും ദയയും പങ്കുവച്ചാൽ, ദൈവവുമായി ഇടയിലാകാൻ സമയം കണ്ടെത്തുന്നെങ്കിൽ അതൊക്കെ ദൈവസന്നിധിയിൽ ആനന്ദകരമായ സമ്പത്തായി മാറുന്നു. ഈ സമ്പത്ത് ചോർത്താൻ കള്ളന്മാരും തുരുമ്പും സമയവും പോലും അപാർദ്ധമായവയല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ വചനത്തെ നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളുള്ളിലെ കളപ്പുരയുടെ ഉള്ളടക്കം ഒരു ചോദ്യമായി ഉയരട്ടെ. ഞാൻ അതിൽ നിറയ്ക്കുന്നത് കണക്കറ്റമായ ദൈവസമ്പത്തോ തീരാവുന്ന ഭൗതിക ശ്രേയസ്സുകളോ? ഈ ആഴ്ച
ഒരു ചെറിയ നല്ലത് ചെയ്യാനുള്ള ശ്രമം തുടങ്ങാം. അതൊരു സഹായഹസ്തമായിരിക്കാം, അല്ലെങ്കിൽ ഒരുപാട് നാളായി ആരൊരാളുടെ മുഖം കാണാതെ പോയതിന്റെ ഒരു ഫോൺ വിളിയാകാം. അതിലൂടെ നമ്മൾ ദൈവകാര്യങ്ങളിൽ സമ്പന്നരാവുകയാണ്. ജീവിതത്തെ തികച്ചും പുതിയ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകുകയാണ്. കരുണയും സ്നേഹവും നിറഞ്ഞ സ്വർഗീയ പിതാവേ, ഇന്നത്തെ തിരുവചനങ്ങളിൽ നിന്നിലൂടെ ഞങ്ങളോടൊപ്പം സംസാരിച്ചു ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് വെളിച്ചം നൽകിയത് അങ്ങേക്കുള്ള ആത്മാർത്ഥ നന്ദിയോടെ ഞങ്ങൾ ഓർത്തെടുക്കുന്നു. ഈ ലോകത്തിന്റെ മോഹങ്ങളിലോ സമ്പത്തിന്റെയോ കുടിമൂലങ്ങളിലോ ആയി മറഞ്ഞ് യഥാർത്ഥ ജീവിത ലക്ഷ്യത്തെ കാഴ്ചവെക്കാതെ പോകുന്ന പാതയിൽ നിന്ന് ഞങ്ങളെ ഒരേയാരുത്തരെയും തിരിച്ചടുപ്പിക്കാനാകുന്ന കൃപയെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. അഹങ്കാരത്തിൽ പെട്ടുപോകാതെ, കൂടിയ ആഗ്രഹങ്ങൾക്കും ഭൗതിക ബലത്തിനും അടിമയാകാതെ ദൈവിക സത്യത്തിൽ ഉറച്ചു നിൽക്കാൻ ഞങ്ങളോടൊപ്പം ഇരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ദിവസേനയുള്ള പരിശ്രമങ്ങൾക്കും കഠിനാധ്വാനങ്ങൾക്കും ആശീർവാദം നൽകണമേ. പക്ഷേ അതിന്റെ ഫലങ്ങൾ ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തിനും ഇനിയുള്ളവർക്ക് ആശ്വാസമായി തീരാനാണ് വേണ്ടതെന്നു ഞങ്ങൾ മനസ്സിലാക്കട്ടെ. അങ്ങാണ് ഒരേയിൽ കാവലും കാഞ്ചിരയും ഒതുക്കുന്ന നമ്മുടെ യഥാർത്ഥ സംരക്ഷകനും സമ്പത്തുമെന്നുള്ള അറിവ് ഞങ്ങളുടെ ഉള്ളിലേറ്റിക്കൊടുക്കണമേ. നമ്മൾ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടുവാൻ പഠിക്കട്ടെ. ഈ ഭൂമിയിലെ കാഴ്ചകൾക്കപ്പുറമുള്ള ധനത്തിന്റെ അർത്ഥം ആഴത്തിൽ മനസ്സിലാക്കട്ടെ. ഈ മുഴുവൻ പ്രാർത്ഥനകളും ഞങ്ങളുടെ രക്ഷകനായ ഈശോയുടെ നാമത്തിൽ അങ്ങയിലേക്കാണ് ഞങ്ങൾ സമർപ്പിക്കുന്നത്. ആമേൻ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ എല്ലാ കാലവും സംരക്ഷിക്കട്ടെ, സമാധാനത്തോടെ നിറയ്ക്കട്ടെ. ആമേൻ.